ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ശരിക്കും CNG ലാഭമാണോ, അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ലാഭമാണോ? കാരണം പണ്ട് LPG ആയിരുന്നു, LPG ഒക്കെ മാറി ഇപ്പോൾ CNG ആയിട്ടുണ്ട്. CNG ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയും, ശരിക്കും നല്ല പക്കാ മൈലേജാണ്. കാരണം പക്കാ മൈലേജ് എന്ന് പറഞ്ഞാൽ 1 കിലോ CNG ഒക്കെ ഉണ്ടെങ്കിൽ 30 കിലോമീറ്ററൊക്കെ ഒരു ഡിസയർ ഓടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയാണല്ലോ, ഭയങ്കര ലാഭമല്ലേ? ലാഭം തന്നെയാണ്, ലാഭം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ടാക്സിയൊക്കെ ആയിട്ട് ഓടുന്ന ആൾക്കാർക്ക് ഭയങ്കര ലാഭമാണെന്ന് ഞാൻ പറയും. പക്ഷേ ഇതിനകത്ത് വേറൊരു, നമുക്കിപ്പം പറയാമല്ലോ, ഒരു നല്ല വശം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു മോശം വശം കാണും. കാരണം നല്ലതും മോശം രണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. എന്താണ് നല്ല വശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ മൈലേജ് ഭയങ്കര രീതിക്ക് നമുക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ട് എന്താണ്, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അവിടെ വരുന്നൊരു കുഴപ്പം കൂടെ പറയാം, മെയിൻ്റെനൻസ് നമുക്ക് കുറച്ച് കൂടുതലാണ്. സാധാരണ ഒരു പെട്രോൾ വാഹനം വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെട്രോൾ വാഹനത്തിന് സത്യം പറഞ്ഞാൽ മെയിൻ്റെനൻസ് കുറവാണ്. അപ്പം കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, CNGക്കകത്ത് അല്ലെങ്കിൽ CNG വാഹനത്തിൽ പെട്രോൾ വരുന്നില്ലേ? വരുന്നുണ്ട്. പക്ഷേ CNG വാഹനം എടുത്തിട്ട് എത്ര പേര് പെട്രോൾ അടിച്ചത് ഓടിക്കും, അല്ലെങ്കിൽ പെട്രോൾ മാത്രം യൂസ് ചെയ്ത് ഓടിക്കുന്ന ആൾക്കാരുണ്ട്? വളരെ ചുരുക്കമാണ്, വളരെ കുറവാണ്. കാരണം CNG വാഹനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും പേരും CNG തന്നെ യൂസ് ചെയ്യത്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, മൈലേജ്. ഇൻ കേസ് ഞാൻ എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ CNGയിലേ ഓടിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് തന്നെ 1 കിലോ അല്ലെങ്കിൽ 1 ലിറ്റർ ഫ്യൂവലിന് നമുക്ക് എത്ര കൂടുതൽ വാഹനം ഓടിക്കാൻ സാധിക്കും. ഇതാണ് എല്ലാവരുടെ മനസ്സിലുള്ളൊരു മെയിൻ അജണ്ട. എൻ്റെയും ആസിറ്റീസ്, അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. കാരണം എന്താണെന്ന് പറയുന്നത്, നമ്മളെല്ലാം ഫ്യൂൽ എഫിഷ്യൻസിയുടെ പുറയിൽ ഓടുന്ന വ്യക്തികൾ തന്നെയാണ്. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി വേണ്ട, സേഫ്റ്റി മതി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ഘട്ടം ചെല്ലുന്ന സമയത്ത് പലരും ഈ വാഹനങ്ങൾ എടുത്തിട്ട് മൈലേജ് പോലും ഇല്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും പേര് മാരുതി എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ഇറ്റ് ഈസ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഫ്യൂൽ എഫിഷ്യൻസി സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ CNGയുടെ കാര്യത്തിലൂടെ നമുക്ക് തിരിച്ചു വരാം. CNG എന്ന് പറയുന്നൊരു ഡ്രൈ ഫ്യൂലാണ്. ശരിക്കും അതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫ്യൂലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിനെ അത് വേറെ രീതിക്ക് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി പ്രകാരം അങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നാൽ കൂടി തന്നെ CNG അന്നും CNG ഇന്നും CNG ഒക്കെ തന്നെയാണ്, അതിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെട്രോളിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം പോലെ അല്ലെങ്കിൽ ഒരു ലൂബ്രിക്കേഷൻ പർപ്പസും കൂടെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന CNGക്ക് അതൊന്നും സാധിക്കത്തില്ല. അങ്ങനെയൊക്കെ വരുന്നുള്ളതുകൊണ്ട് വെയർ ആൻഡ് ടയർ കുറച്ച് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. മെയിൻ്റെനൻസ് അത് വലിയ കൂടുതലുള്ളൊരു കാര്യമാണ് CNGക്ക്. കാരണം CNG നമ്മുടെ സാധാരണ ഇതുപോലെ ഒന്നുമല്ല, ഓരോ 3 വർഷം കൂടുന്നവരും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ CNGയുടെ ടാങ്കിന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിയിലല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് ഒരു സൈഡിൽ ലാഭം നോക്കുമ്പോൾ അടുത്ത സൈഡിൽ ഒരു നഷ്ടമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. പിന്നെ മെയിൻ്റെനൻസിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. കുറേ കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ എഞ്ചിന് നോർമലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ തേയ്മാനം കൂടാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, CNG എടുത്ത ആൾക്കാർക്ക് പണി കിട്ടുന്ന ഒരു കേസ് അല്ലെങ്കിൽ പണി കിട്ടിയിട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് സ്റ്റേഷൻസ് ആണ്. അതായത് CNG ഫില്ലിംഗ് സ്റ്റേഷൻസ് വളരെ കുറവാണ് കേരളത്തിൽ. ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇനി കൂടുന്ന സമയത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. അന്നേരം ഈ പറയുന്ന CNGയുടെ പ്രൈസ് കൂടും. ഇപ്പോൾ ഒരു 70-75 എനിക്ക് തോന്നുന്നു. ആ ഒരു പ്രൈസ് ചിലപ്പം കൂടിക്കഴിയുമ്പോൾ ഏകദേശം പെട്രോളിന് അടുപ്പിച്ചതിൻ്റെ പ്രൈസ് വന്നു കഴിയുമ്പോഴത്തേക്കും വൻ നഷ്ടത്തിലോട്ട് വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പെട്രോൾ അടിച്ച് നമ്മൾ ഓടുകയാണെങ്കിൽ പോലും തന്നെ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റിൽ അവിടെ ലാഭിക്കാൻ സാധിക്കും. പക്ഷേ അപ്പുറയാണെങ്കിലോ മൈലേജ് കിട്ടുമെങ്കിലും ബാക്കി മെയിൻ്റെനൻസിലോട്ട് അതിൻ്റെ ചാർജ് കുറച്ച് കൂടുതൽ പോകുന്നുണ്ട്. ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, ഞാൻ സജഷനായിട്ട് പറയുന്നതല്ല. നിങ്ങളുടെ ഇഷ്ടം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും കോസ്റ്റ് വരുന്നില്ല. പെട്രോളിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് സർവീസിന് വരുന്നുണ്ടെന്നല്ലാതെ വലിയ കൂടുതൽ, അതായത് ഒരു ഡീസലിൻ്റെ അത്രയും ചാർജ് ഒരു കാരണവശാലും CNG വാഹനങ്ങൾക്ക് വരുന്നതായിരിക്കത്തില്ല മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ.